മണിപ്പൂർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സിദ്ധാർത്ഥ് മൃദുലിനെതിരെ ആരോപണം. ജഡ്ജിയായിരുന്ന കാലയളവിൽ സ്വന്തം പേരിൽ ഗ്യാസ് ഏജൻസി നടത്തിയെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ജഡ്ജിയായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഗ്യാസ് ഏജൻസി നടത്തി എന്നതാണ് ആരോപണം. അത് ചട്ടലംഘനമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലവും വിശദമായ വിവരങ്ങളും എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഇതിന് ഒരു ചട്ടലംഘനം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ സിദ്ധാർത്ഥ് മൃദുൽ ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ, അതായത് അവർ ജഡ്ജിമാരായിരിക്കുന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാരുമോ അതല്ല മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളുമായോ ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ കരാറുകളിൽ ഒപ്പുവെക്കരുത് എന്ന ഒരു അലിഖിതമായ നിയമം അല്ലെങ്കിൽ ഒരു അലിഖിതമായ ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഇത് സിദ്ധാർത്ഥ് മൃദുൽ ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 1984 സിദ്ധാർത്ഥ് മൃദുലിൻ്റെ ഈ പേരിൽ, അതായത് അദ്ദേഹം നടത്തുന്ന ഡൽഹിയിലെ ബംഗോൽപിരിയിലെ കിച്ചൺ ഫ്ലെയിം എന്ന സ്ഥാപനത്തിന് BPCL ഈ ഗ്യാസ് ഏജൻസി ലഭ്യമാകുന്നത്. അന്ന് മുതൽ ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. 1986 സിദ്ധാർത്ഥ് മൃദുൽ ഡൽഹി ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുന്നത്. തുടർന്ന് 2008 ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജിയായി അദ്ദേഹം ചുമതലയേൽക്കുകയും പിൽക്കാലത്ത് അദ്ദേഹം മണിപ്പൂർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുകയുമൊക്കെ ചെയ്തിരുന്നു. ഈ കാലയളവിലെല്ലാം തന്നെ, അതായത് ജഡ്ജിയായിരുന്ന 16 വർഷത്തെ കാലയളവിലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഗ്യാസ് ഏജൻസി നിലനിൽക്കുകയും ആ ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് അദ്ദേഹം ഈ ഓരോ കാലഘട്ടങ്ങളിലും റിന്യൂ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ BPCL-ലുമായി കരാറിൽ ഒപ്പുവെച്ചിരുന്നത് സിദ്ധാർത്ഥ് മൃദുൽ തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. സാധാരണഗതിയിൽ ഒരു ജഡ്ജിക്ക് അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ കരാറുകളിൽ ഏർപ്പെടുന്നത് അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് നിയമവൃത്തങ്ങളും മറ്റും വ്യക്തമാക്കുന്നത്. ഇത് സമീപകാലത്ത് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുകയും ചെയ്യുന്നത്. ഈ സിദ്ധാർത്ഥ് മൃദുലാകട്ടെ ഈ ഇത്തരം കാര്യങ്ങൾ ഈ അതത് കാലങ്ങളിലുള്ള സുപ്രീം കോടതി കൊളീജിയത്തിൽ നിന്ന് മറച്ചു വച്ചിരുന്നു എന്ന ആരോപണവും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ BPCL ഇതിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തി ഈ ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി, ദീർഘകാലം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ ഒരു ലൈസൻസ്, ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് പക്കൽ വച്ചിരുന്നു, അത് പ്രവർത്തിപ്പിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മോത്തി, ശരി.